അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 26 വെള്ളിയാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഇന്ന് വിധിയെഴുതും. രാജ്യത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. കേരളമടക്കം 13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 88 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ്. കർണാടകയിൽ 14 സീറ്റിലും രാജസ്ഥാനിൽ 13 സീറ്റിലും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ 8 സീറ്റിലും മധ്യപ്രദേശിൽ 7 അസം, ബീഹാർ എന്നിവിടങ്ങളിൽ 5 ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 ജമ്മുകാശ്മീർ, മണിപ്പൂർ, ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ ഇടത്തുമാണ് തിരഞ്ഞെടുപ്പ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം മുഴുവൻ വിവിപാറ്റുകളിലെയും സ്ലിപ്പുകളും എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2 ജഡ്ജിമാരും പ്രത്യേക വിധികളാണ് പ്രസ്താവിക്കുക. ഇന്ദിരാഗാന്ധിയുടെ സ്വത്ത് ലഭിക്കാൻ പൈതൃക സ്വത്ത് അവകാശ നിയമം രാജീവ് ഗാന്ധി റദ്ദാക്കിയെന്ന വിമർശനവുമായി നരേന്ദ്രമോദി. ഇന്ദിരാഗാന്ധിയുടെ മരണം സംഭവിച്ചപ്പോഴാണ് പഴയ നിയമം റദ്ദാക്കിയതെന്നും സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇത് ചെയ്തതെന്നും മോദി വിമർശിച്ചു. അദ്ദേഹം എടുത്തുകളഞ്ഞ നികുതിയാണ് കോൺഗ്രസ് ഇപ്പോൾ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും മോദി പറഞ്ഞു. 2 യാത്രകൾ നടത്തിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നതെന്നും പ്രകടന പത്രിക കോൺഗ്രസിന്റേതാണെങ്കിലും അതിലെ ശബ്ദം ജനങ്ങളുടേതാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശീലമായി മാറിയെന്നും ഇത്തരത്തിൽ സംസാരിക്കുന്ന താങ്കളുടെ പദവിയുടെ അന്തസ്സ് ഇല്ലാതാക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയമാണ് താങ്കളെ കൊണ്ട് ഇത്തരം മോശമായ ഭാഷ പറയിപ്പിച്ചതെന്നും പ്രധാനമന്ത്രിക്ക് എഴുതിയ തുറന്ന കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അസമത്വത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളത് ഹിന്ദുവെന്നും മുസ്ലിമെന്നും ബോധപൂർവം വേർതിരിക്കുന്നുവെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. ആരോപണ ശരങ്ങളുമായി അഡ്വക്കേറ്റ് TG നന്ദകുമാറിന്റെ വാർത്താ സമ്മേളനം. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജനെയും തന്നെയും കണ്ടിരുന്നുവെന്നും ഇടതുമുന്നണി സഹായിച്ചാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും പകരം SNC ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാം എന്ന് ഉറപ്പുകൊടുത്തുവെന്നും TG നന്ദകുമാർ. പക്ഷേ തൃശൂർ CPI സീറ്റായതിനാൽ EP സമ്മതിച്ചില്ലെന്നും അങ്ങനെ ആദ്യ ചർച്ച പരാജയപ്പെട്ടു പോയെന്നും TG നന്ദകുമാർ പറയുന്നു. അതേസമയം BJPയിൽ ചേരാൻ EP ജയരാജൻ ചർച്ച ചെയ്തിട്ടില്ലെന്നും പിണറായിയുടെ രക്ഷകനായാണ് ചർച്ച നടത്തിയതെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു. ശോഭാ സുരേന്ദ്രൻ അന്യായമായി കൈയടക്കിയ ഭൂമിയായിരുന്നു തന്നോട് വിൽക്കാൻ പറഞ്ഞതെന്നും അതിനാലാണ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്നതെന്നും നന്ദകുമാർ വ്യക്തമാക്കി. തന്നെ വ്യക്തിഹത്യ നടത്തിയ നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണമെന്നും ഇക്കാര്യത്തിൽ തെളിവുകൾ സഹിതം നന്ദകുമാറിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടിയില്ലെങ്കിൽ DGPയുടെ വീട്ടിനു മുന്നിൽ സമരം ചെയ്യുമെന്നും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് നന്ദകുമാർ ശ്രമിക്കുന്നതെന്നും ശോഭ വ്യക്തമാക്കി. BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ CPM നേതാവ് EP ജയരാജനാണെന്ന KPCC പ്രസിഡന്റ് K സുധാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി EP ജയരാജൻ. K സുധാകരനാണ് BJPയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നതെന്നും നേരത്തെ സുധാകരൻ BJPയിലേക്ക് പോകാൻ വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണെന്നും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് തിരിച്ചയക്കുകയായിരുന്നുവെന്നും EP ജയരാജൻ തുറന്നടിച്ചു. BJPയിലേക്ക് വരാൻ ചർച്ച നടത്തിയ CPM നേതാവ് LDF കൺവീനർ EP ജയരാജൻ തന്നെയാണെന്ന് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിനൊപ്പം തെളിവുകളും ശോഭാ സുരേന്ദ്രൻ ഹാജരാക്കി. ജയരാജൻ BJPയിൽ ചേരുന്നതിനുള്ള 90% ചർച്ചകളും പൂർത്തിയായിരുന്നുവെന്നും പിന്നെ എന്തുകൊണ്ട് പിന്മാറിയെന്ന് ജയരാജൻ പറയട്ടെ എന്നും ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കള്ളമാണെന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും EP ജയരാജൻ. ശോഭാ സുരേന്ദ്രനുമായി തന്റെ മകൻ ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. EP ജയരാജന്റെ മകന്റെ ഫോണിലൂടെ തന്നെ ബന്ധപ്പെട്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം നിഷേധിച്ച് EP ജയരാജന്റെ മകൻ ജിജിൻ രാജ്. ശോഭാ സുരേന്ദ്രൻ എറണാകുളത്തെ വിവാഹ വീട്ടിൽ വെച്ച് തന്നെ പരിചയപ്പെട്ടിരുന്നു. ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങിയത് ശോഭയാണ്. 1-2 തവണ ഇങ്ങോട്ട് വിളിച്ചു, പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല. തന്നെ വിവാദങ്ങളിലേക്ക് അനാവശ്യമായി വലിച്ചിഴക്കുകയാണെന്നും ജിജിൻ രാജ് പ്രതികരിച്ചു.
പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ CPM BJPക്ക് വോട്ട് മറിക്കുമെന്ന് കോൺഗ്രസ്. ഒരു ബൂത്തിൽ നിന്ന് CPMന്റെ 25 കേഡർ വോട്ട് വീതം BJPക്ക് നൽകാൻ ധാരണയായെന്ന് TN പ്രതാപൻ MP ആരോപിച്ചു. വീണ വിജയനെ സംരക്ഷിക്കാനും AC മൊയ്തീന്റെയും MK കണ്ണന്റെയും അറസ്റ്റ് ഒഴിവാക്കാനുമായി 50,000 വോട്ടാണ് CPM തൃശൂർ മണ്ഡലത്തിൽ മറിച്ചു നൽകുകയെന്നും പ്രതാപൻ ആരോപിച്ചു. BJPക്ക് വോട്ട് നൽകുന്നതിന്റെ പേരിൽ CPMനകത്ത് തന്നെ പൊട്ടിത്തെറി നടന്നിട്ടുണ്ടെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്യുമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PV അൻവർ MLAക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച് മണ്ണാർക്കാട് കോടതി. അൻവറിനെതിരെ കേസെടുക്കാൻ നാട്ടുകൽ SHOക്കാണ് നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സമസ്ത ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലപാടെടുക്കുമ്പോൾ ചില കേന്ദ്രങ്ങൾ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നേതാക്കളെയും പ്രവർത്തകരെയും അണികളെയും ഭീകരത സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ലെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അഹങ്കാരത്തിന്റെ സ്വരം പാണക്കാട് കുടുംബത്തിന് ചേർന്നതല്ലെന്ന് PV അൻവർ. സാദിഖ് അലിയുടെ ഏകപക്ഷീയവും ധിക്കാരപരവുമായ നിലപാടുകളാണ് ലീഗിനെ പ്രതിസന്ധിയിൽ എത്തിച്ചത്. ഒരു കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാത്ത ജിഫ്രി തങ്ങളും കൂടെയുള്ളവരും ഇപ്പോൾ LDFനൊപ്പം നിൽക്കുകയാണെന്നും അപ്പോൾ സ്വാഭാവികമായും ലീഗിന് ബേജാറുണ്ടാകുമെന്നും അൻവർ പറഞ്ഞു. LDFനോട് ജനങ്ങൾ കൂടുതലായി അടുക്കുന്നുവെന്ന് KK ശൈലജ. വ്യക്തിഹത്യ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, അതിൽ നടപടി തുടരും. LDFന്റെ സ്ഥാനാർത്ഥികളെ കാണാൻ വമ്പിച്ച ജനക്കൂട്ടമാണ് എല്ലായിടത്തും എത്തിച്ചേരുന്നതെന്നും ശൈലജ പറഞ്ഞു. വയനാട്ടിൽ നിന്നും പിടിച്ചെടുത്ത കിറ്റുകൾ ക്ഷേത്രത്തിലേക്ക് വിതരണം ചെയ്യാനായി ഭക്തൻ തയ്യാറാക്കിയ കിറ്റുകളായിരുന്നെന്ന വിശദീകരണവുമായി NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. വോട്ടർമാർക്ക് വിതരണം ചെയ്യാനായി തയ്യാറാക്കിയതെന്ന് കരുതുന്ന കിറ്റുകൾ ഇന്നലെ രാത്രി ജില്ലയിൽ 2 ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ബത്തേരിയിൽ കിറ്റുകൾ പിടിച്ചെടുത്തതിന് പിന്നാലെ BJPക്കെതിരെ LDFും UDFും രംഗത്തെത്തിയിരുന്നു. വോട്ടിന് BJP പണം നൽകിയെന്ന ആരോപണവുമായി ഒളരി ശിവരാമപുരം കോളനിയിലെ ഓമന, ലീല എന്നിവർ പരാതി നൽകി. പ്രദേശത്തെ BJP പ്രവർത്തകനായ സുഭാഷ് വീട്ടിലെത്തി പണം നൽകിയെന്നും പണം വേണ്ടെന്ന് പറഞ്ഞ് മടക്കി നൽകിയിട്ടും വാങ്ങിയില്ലെന്നും പരാതിക്കാർ പറയുന്നു. തൃശൂർ പൂരത്തിന് പോലീസിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടായതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. വകുപ്പ് തല പരിശോധന ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ, കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് സർക്കാർ വിശദീകരണം നൽകേണ്ടത്. BJP നേതാവ് B ഗോപാലകൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് നടപടി. കൊല്ലം പരവൂരിലുള്ള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ S അനീഷ്യ ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റാരോപിതരെ അറസ്റ്റ് ചെയ്ത നടപടി നാടകമെന്ന് ജസ്റ്റിസ് ഫോർ അനീഷ്യ ഐക്യദാർഢ്യ സമിതി ആരോപിച്ചു. പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റും പോലീസും തമ്മിലെ കൂട്ടുകെട്ടിൽ അവതരിക്കപ്പെട്ട നാടകമാണ് ഇത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അനീഷ്യ ആത്മഹത്യ ചെയ്ത് 3 മാസം പിന്നിട്ടിട്ടാണ് അറസ്റ്റ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രതികളെ രക്ഷിക്കാനാണെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അനീഷ്യയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച് CBI. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് ഈ വേഗത്തിലുള്ള നടപടി. പൂക്കോട് വെറ്ററിനറി സർവകലാശാല മുൻ VC MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവച്ചു. വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ VC വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയാണ് ഗവർണർ നടപടിയെടുക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം ഗുരുതര സംഭവമെന്ന് ഹൈക്കോടതി. മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് നിരവധി കുട്ടികൾക്ക് മുന്നിൽ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നത്. ആക്രമണം തടയാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് CBI ആണ്. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല.
അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 6 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 20ഓളം പേരെ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി പട്ന സീനിയർ പോലീസ് സൂപ്രണ്ട് രാജീവ് മിശ്ര പറഞ്ഞു. ഗോലാംപറിന് സമീപമുള്ള പാൽ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. തെലങ്കാനയിൽ BRSഉം കോൺഗ്രസും ചേർന്ന് നൽകിയ മുസ്ലിം സംവരണം അവസാനിപ്പിക്കുമെന്നും ഈ സംവരണം റദ്ദാക്കിയ ശേഷം SC, ST, OBC വിഭാഗങ്ങൾക്കായി വീതിച്ചു നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിദ്ദിപ്പേട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇത് BJPയുടെ തീരുമാനമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ജാർഖണ്ഡിൽ മത്സരിക്കാൻ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ. കൽപ്പനയെ ഗാണ്ഡെ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായാണ് JMM പ്രഖ്യാപിച്ചത്. മെയ് 20-നാണ് ഗാണ്ഡയിലെ ഉപതെരഞ്ഞെടുപ്പ്. JMM MLA സർഫറാസ് അഹമ്മദ് രാജിവെച്ച സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. BJP സ്ഥാനാർത്ഥി കൊമ്പല്ല മാധവി ലതയ്ക്ക് 221.37 കോടി രൂപയുടെ സ്വത്തെന്ന് വെളിപ്പെടുത്തൽ. തെലങ്കാനയിലെ ഏറ്റവും സമ്പന്നയായ സ്ഥാനാർത്ഥിയാണ് മാധവി. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. സന്ദേശ് ഖാലിയിൽ ലൈംഗികാരോപണ കേസിലും ഭൂമി കയ്യേറ്റ ആരോപണത്തിലും 5 പേർക്കെതിരെ കേസെടുത്ത് CBI. താൻ ലൈംഗിക അതിക്രമത്തിനിരയായെന്നും തന്റെ ഭൂമി കയ്യേറിയെന്നും ആരോപിച്ച് അതിജീവിത നൽകിയ പരാതിയിന്മേലാണ് കേസെടുത്തത്. നേരത്തെ കൽക്കട്ട ഹൈക്കോടതിയാണ് സന്ദേശ് ഖാലി വിഷയത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 35 റൺസിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 20 പന്തിൽ 50 റൺസെടുത്ത രജത് പട്ടിദാറിന്റെയും 51 റൺസെടുത്ത വിരാട് കോഹ്ലിയുടെയും മികവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസെടുത്തു. എന്നാൽ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദിനെ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.